നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് നാരായണൻ. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലിന് പരിഹാരമായില്ല. ചളിയങ്കോട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. നീതി നിഷേധത്തിനെതിരെ ബാങ്ക് ജീവനക്കാർ. ജില്ലാ ബാങ്ക് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം. മെഡിക്കൽ കോളേജ് നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന് ആവശ്യം. കാസർഗോട്ട് യുവമോർച്ച പ്രവർത്തകരുടെ ധർണ. പാടത്തു നിന്നും പാഠം പഠിച്ച് കുട്ടികൾ. പിലിക്കോട് സ്കൂളിൽ ആഹ്ലാദത്തിന്റെ ഞാറുനടൽ. വൈകല്യത്തെ ഇടിച്ചു തോൽപ്പിച്ച് പ്രശാന്ത്. കരാട്ടയുടെ കരുത്തിൽ ഒരു വടക്കൻ പെരുമ. തളങ്കര തൊപ്പിവെച്ച് ലോകം. പാരമ്പര്യത്തിന് നൂലുകോർത്ത് അബ്ദുൾ റഹ്മാൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചളിയങ്കോട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. മഴക്കാലത്തെ മണ്ണിടിച്ചിലിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. കാസർഗോഡ് ചന്ദ്രഗിരിപ്പാലം കാഞ്ഞങ്ങാട് സ്റ്റേറ്റ് ഹൈവേയിൽ കോട്ടരുവത്ത് വർഷങ്ങളായി മഴക്കാലത്ത് മണ്ണിടിച്ച് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ചളിയങ്കോട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരത്തിന് കെ മാധവൻ നായർ, ബാബു മണിയങ്ങാനം, കുഞ്ഞിരാമൻ നായർ, സദാശിവ മണിയങ്ങാനം, ചന്ദ്രശേഖര, ഗംഗാ സദാശിവൻ എന്നിവർ നേതൃത്വം നൽകി. കോട്ടരുവം ഭാഗത്ത് പാർശ്വഭിത്തി നിർമ്മിക്കുക, തായന്നൂർ വയലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ഓവുചാലുകൾ പുനർനിർമ്മിക്കുക, കോട്ടരുവം വള്ളപ്പോത്ത് റോഡ് പുനഃസ്ഥാപിക്കുക, കോളിയാട്ട് മൊട്ടമ്മൽ റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുക, കോട്ടരുവം ഭാഗത്ത് ഫുട്പാത്ത് നിർമ്മിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോട്ടരുവം റോഡ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉപരോധം സംഘടിപ്പിച്ചത്. കാര്യങ്ങൾ ഭംഗി നേരാക്കിയില്ല. മുമ്പേ ഉണ്ടായില്ല രാജീവ് ഗാഡി കുതിയുള്ള പദ്ധതി ഈ ഭാഗത്തേക്കുള്ള മുഴുവൻ ലൈൻ പോയത് ഇതിലാണ്. അത് മുഴുവൻ ഇത് കൊത്തിപ്പൊട്ടിച്ചു. ആ ലൈനേയില്ല. ഇപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് വെള്ളമില്ലാത്തൊരവസ്ഥയാണ്. അതേമാതിരി താഴെ വയലിലേക്ക് പോകാൻ രണ്ട് ഭാഗത്ത് വെള്ളം പോകാനുള്ള കൾവെട്ടുണ്ടായിരുന്നു 60 മീറ്റർ നീളത്തിൽ. അതും ഇവർ കുത്തിപ്പൊളിച്ചു. അതിനും പുനഃസ്ഥാപിച്ചിട്ട് പല സ്ഥലത്തേക്ക് പോകുന്ന റോഡുകൾ ഇവർ കട്ട് ചെയ്തു. ആ റോഡും പുനഃസ്ഥാപിച്ചില്ല. ഇപ്പം ശരിയാന്ന് പറഞ്ഞിട്ട് അവർ, അതായത് പാലം കെട്ടുന്ന ഒരാൾ, കോൺക്രീറ്റ് ചെയ്യുന്നത് വേറെ ആൾ, മറ്റേത് 3 സബ് കോൺട്രാക്ടേഴ്സ്. അവർക്ക് ആർക്കും ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്വമില്ല. KSTP വരുന്നുമില്ല. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഇതിന് നിർബന്ധിതരായത്. ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഞങ്ങൾ നിലനിൽപ്പിന് ഇത് ആവശ്യം ചെയ്യാതെ പറ്റില്ല. ന്യൂസ് ഡെസ്ക് KCN. നീതി നിഷേധത്തിനെതിരെ ബാങ്ക് ജീവനക്കാരുടെ സത്യാഗ്രഹം. ജില്ലാ ബാങ്ക് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഹൊസങ്കടി ബ്രാഞ്ചിലെ സ്വർണ്ണപ്പണയ തട്ടിപ്പ് നടത്തിയ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക, നിരപരാധികളായ ജീവനക്കാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക, ഇപ്പോൾ നടത്തിവരുന്ന അന്യായ റിക്കവറി ഉടനെ നിർത്തിവെച്ച് ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച വായ്പകൾ പൂർണ്ണമായും എഴുതിത്തള്ളാനുള്ള നടപടികൾ സ്വീകരിക്കുക, ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്ന നടപടികൾ ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ സഹകരണ ബാങ്ക് സമര സഹായ സമിതി ജില്ലാ ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി N രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അപ്പൊ അനീതിയുടെ അല്ലെങ്കിൽ നീതി നിഷേധത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് സഹകരണ രംഗത്ത് ജനാധിപത്യ വിരുദ്ധമായ സമീപനം സ്വീകരിച്ച് നിരവധി പേരുദോഷം UDF-നോട് ആഭിമുഖ്യമുള്ള പ്രസ്ഥാനങ്ങൾ ഇവിടെ ഭരണം നടത്തുമ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ബാങ്കാണ് കാസർഗോഡ് ജില്ലാ സഹകരണ ബാങ്ക്. നിയമന അഴിമതിയും അതിന്റെ കോഴയും അതിന്റെ കേസൊന്നും കേരളത്തിലെ സഹകാരികളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ഇപ്പൊ ഭരണാധികാരത്തിലിരിക്കുന്ന UDF സംവിധാനം തീർത്തും ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ക്രമരഹിതമായിട്ടാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ അധികാരത്തിൽ വന്നതെന്ന യാഥാർത്ഥ്യം ഈ ജില്ലയിലെ സഹകാരികൾക്കറിയാം. TK രാജൻ അധ്യക്ഷനായി. P ദാമോദരൻ, A ഗോപാലൻ, M ജയകുമാർ, K ഭാസ്കരൻ, KP മുഹമ്മദ് ഹനീഫ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. കാസർഗോട്ട് മെഡിക്കൽ കോളേജ് നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന് ആവശ്യം. യുവമോർച്ച പ്രവർത്തകർ ധർണ നടത്തി. 2015 ജനുവരിയോടെ ബദിയടിക്കൽ പ്രവർത്തനം ആരംഭിക്കുമെന്നറിയിച്ച മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ഇതേവരെ തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. BJP ജില്ലാ സെക്രട്ടറി S കുമാർ ഉദ്ഘാടനം ചെയ്തു. ಯಾವುದನ್ನು ಮಾಡಿದರೂ ಸಹ ಕೇರಳ ಸರ್ಕಾರ, ಕೇರಳದ ಆರೋಗ್ಯ ಮಂತ್ರಿಯವರು ಯಾವುದನ್ನು ಮಾಡದೆ ಕಾಸರಗೋಡಿನ ಜನರನ್ನು ವಂಚನೆಯನ್ನು ಮಾಡುತ್ತಿದ್ದೇವೆ. ಕಾಸರಗೋಡಿಗೆ ಬಂದಾಗ ಹಲವಾರು ಭರವಸೆಯನ್ನು ಕೊಟ್ಟು ಮಂತ್ರಿ ಹೋಗ್ತಾರೆ. ಅದನ್ನೆಲ್ಲ ಈಡೇರಿಸುವುದರಲ್ಲಿ ಕೇರಳದ ಆರೋಗ್ಯ ಮಂತ್ರಿ ವಿಫಲವಾಗಿದೆ. ജില്ലാ പ്രസിഡന്റ് PR സുനിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് നവീൻ രാജ്, രാജേഷ് ഷെട്ടി, കൃഷ്ണദാസ്, സന്തോഷ്, ഗിരി, ധനഞ്ജയൻ, AV ഹരീഷ് കുമാർ, രാജേഷ് കൈന്താർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷം ആരോഗ്യമന്ത്രി കാസർഗോഡ് സന്ദർശിച്ചപ്പോഴാണ് യുവമോർച്ചയുടെ പ്രതിഷേധത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആരംഭിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയത്. ന്യൂസ് ഡെസ്ക്
KCN. പെരിയടുക്ക ബദ്രിയ മജ്ലിസ് ആണ്ടുനേർച്ച ജൂലൈ 4-നും 5-നും നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. റമദാനിലെ സവിശേഷ ദിനമായ 17ാം രാവിനോടനുബന്ധിച്ച് ജില്ലയിൽ വിപുലമായ ബദ്രീങ്ങളുടെ ആണ്ടുനേർച്ച പരിപാടി പെരിയടുക്കം CM മടവൂർ നഗറിൽ ജൂലൈ 4-5 തീയതികളിൽ നടക്കും. മൊഗ്രാൽ പുത്തൂരിലെ പെരിയടുക്കം ഇബ്നു അബ്ബാസ് മസ്ജിദ് ആസ്ഥാനമായി 1 വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ബദ്രിയ മജ്ലിസിന് കീഴിലാണ് ആണ്ടുനേർച്ച നടക്കുന്നത്. ജൂലൈ 4 ശനിയാഴ്ച രാവിലെ തളങ്കര മാലിക് ദീനാർ, മുഹിമ്മാത്ത് അഹ്ദൽ മഖാം, പരപ്പാടി മഖാം എന്നിവിടങ്ങളിൽ കൂട്ട സിയാറത്തോടെ നേർച്ചയ്ക്ക് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9 മണിക്ക് അബ്ദുറസാഖ് റോസി റൊമാനി പതാക ഉയർത്തും. റമളാൻ പ്രഭാഷണം ഉച്ചയ്ക്ക് 1 മണിക്ക് അലിവി തങ്ങൾ ചേട്ടുംകുഴിയുടെ പ്രാർത്ഥനയോടെ തുടങ്ങും. ഉസ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ഹാമിദ് അൻവർ അഹ്ദൽ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 5-ന് ബദർ അനുസ്മരണ സമ്മേളനം പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 5-ന് രാത്രി 9:30-ന് തറാവീഹിനു ശേഷമാണ് ആണ്ടുനേർച്ച. അസ്മാഉൽ ബദർ മജ്ലിസിനും കൂട്ടുപ്രാർത്ഥനയ്ക്കും ഫക്രുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ സഖാഫി നേതൃത്വം നൽകും. തബറുക് വിതരണത്തോടെ ആണ്ടുനേർച്ച സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ മുസ്തഫ ഹനീഫി ചൌക്കി, ഹനീഫ് പയോട്ട, അബ്ദുറസാഖ് റോസി റൊമാനി, D സുലൈമാൻ സഖാഫി, ദേശാംകുളം, ഫക്രുദ്ദീൻ ഹദ്ദാദ് തങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൃഷിപ്പാഠം പഠിക്കാൻ വയലുകളിലിറങ്ങിയ കുട്ടികൾ ഞാറുനടിയിൽ ഉത്സവമാക്കി. സ്കൂൾ വിദ്യാർത്ഥികളാണ് മാപ്പിട്ടച്ചേരിക്കാവ് മഹാക്ഷേത്ര പാടശേഖരത്തിൽ ഞാറുനട്ടത്. അതിരറ്റ ആഹ്ലാദവുമായാണ് പിലിക്കോട്ടെ കുട്ടികൾ പുത്തിലോട്ടെ മാപ്പിട്ടച്ചേരി വയലുകളിൽ ഇറങ്ങിയത്. അവർ വിതച്ച വിത്തുകളെല്ലാം ഞാറായി മാറിയിരുന്നു. ചെളിയിലും ചേറിലും ചവിട്ടി അവർ ആ ഞാറുകൾ പറിച്ചെടുത്തു. പിന്നീട് നാട്ടിപ്പാട്ടിന്റെ ഈണത്തിനൊപ്പം ഞാറുകൾ നട്ടു. പിലിക്കോട് C. കൃഷ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം, ദേശീയ ഹരിതസേന, ഭൂമിത്രസേന എന്നിവയുടെ നേതൃത്വത്തിലാണ് മാപ്പിട്ടച്ചേരി ക്ഷേത്ര പാടശേഖരത്തിൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. മെയ് മാസത്തിലാണ് കുട്ടികൾ വയലുകളിൽ വിത്ത് വിതച്ചത്. നാടൻ വിത്തിനമായ കറുത്തില്ലിക്കണ്ണനാണ് വിത്തിനം. ഒരേക്കർ 15 സെന്റ് വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന 14 വയലുകളിലാണ് കൃഷി. പരമ്പരാഗത നെൽകർഷകരുടെ നിർദ്ദേശാനുസരണമാണ് കുട്ടികളുടെ ജൈവ നെൽകൃഷി മുന്നോട്ടു പോകുന്നത്. 100-ലധികം കുട്ടികളും 180ഓളം നാട്ടുകാരും ഒരുമിച്ച് വയലിറങ്ങിയപ്പോൾ ഞാറുനടിയിൽ അക്ഷരാർത്ഥത്തിൽ ഗ്രാമോത്സവമായി മാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയുന്നത് പോലെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവശ്യമുള്ള നെല്ലിന്റെ 15-20% മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതിൽ നിന്നും എത്രത്തോളം പിന്നോട്ട് പോകാം എന്നതാണ് ഇപ്പോൾ പലരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പണം കൊടുത്താൽ എല്ലാം വാങ്ങാൻ കിട്ടും എന്നതുകൊണ്ട് തന്നെ എല്ലാം വാങ്ങി ഭക്ഷിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വന്നതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള എല്ലാവിധ കെടുതികളും ഇന്നെല്ലാം മനുഷ്യരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയുടെ ഭാഗമായും ഇത്തരത്തിൽ അനുവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായും വന്നു ചേരുന്ന ജീവിതശൈലി രോഗങ്ങളും മറ്റു രോഗങ്ങളും ഓരോരുത്തരെയും കാർന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാം എന്നൊരു ചിന്ത ഇന്ന് ഓരോരുത്തരിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ ആശ്വാസത്തോടു കൂടി നോക്കിക്കാണുന്നത്. P. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. NP ഭാസ്കരൻ നമ്പി, പയ്യാടക്കത്ത് കുഞ്ഞമ്പു നായർ, ക്ഷേത്രേശന്മാർ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി, PP പ്രസന്നകുമാരി, PP ശ്രീലത, T. വനജ, PV ജലേശൻ, M. രവീന്ദ്രൻ, PC ചന്ദ്രമോഹനൻ, M. പ്രസന്നകുമാരി, K. മനോജ് കുമാർ, K. ജയചന്ദ്രൻ, P. പ്രിയ എന്നിവർ സംസാരിച്ചു. ഇനി പുണ്യം തേടി. തളങ്കര തൊപ്പിയുടെ പെരുമ കൈവിടാതെ അബ്ദുൾ റഹ്മാൻ. പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് അബ്ദുൾ റഹ്മാൻ പാരമ്പര്യത്തിന്റെ നൂല് കോർക്കുന്നത്. റംസാൻ നാളുകൾ വീണ്ടും എത്തുന്നതോടെ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും തൊപ്പിപ്പെരുമ ഉയർത്തുകയാണ് തളങ്കര ഗ്രാമം. ഒരു കാലത്ത് കാസർഗോഡിന്റെ പെരുമ ലോകമറിഞ്ഞത് തളങ്കര തൊപ്പികളിലൂടെയാണ്. 300ഓളം കുടുംബങ്ങളുടെ വരുമാന മാർഗമായിരുന്നു തൊപ്പി നിർമ്മാണം.
പരുത്തി നൂലുകൊണ്ട് പ്രത്യേക രീതിയിലാണ് തളങ്കര തൊപ്പികൾ തുന്നുന്നത്. തളങ്കര തൊപ്പിയെ ആകർഷകമാക്കുന്നത് കരവേലകളാണ്. അറബിക്, പേർഷ്യൻ നിസ്കാരപ്പായകളിലെ കലിഗ്രാഫിക് രീതിയാണ് തൊപ്പി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ദശകങ്ങൾ മുൻപ് വരെ പുരുഷന്മാർ തൊപ്പി തുന്നുകയും സ്ത്രീകൾ അലങ്കാര പണികൾ ചെയ്തിരുന്നുവെങ്കിലും പുതുതലമുറ തൊപ്പി നിർമ്മാണത്തോട് മുഖം തിരിക്കുന്നു. പരമ്പരാഗത തൊഴിൽ വ്രതനിഷ്ഠ പോലെ നിലനിന്നത് അബൂബക്കർ മുസ്ലിയാരിലൂടെയായിരുന്നു. അദ്ദേഹം കിടപ്പിലായതോടെ ഇന്ന് മകൻ അബ്ദുറഹീം മാത്രമാണ് തൊപ്പി പെരുമയുടെ അവസാന കണ്ണി. അപ്പോൾ നമ്മൾ തലങ്കര തൊപ്പി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള തൊപ്പിനേക്കാളും കുറച്ചുകൂടി മെച്ചം കാണുന്നത് ഹാൻഡ് വർക്ക് ഉള്ളതുകൊണ്ടാണ്. ആൾക്കാർ ഹാൻഡ് വർക്കുള്ള ഒരു കാര്യമാകുമ്പോൾ താല്പര്യത്തോടെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു പരിഗണനയാണ് അതിന് വെക്കുന്നത്. പിന്നെ ഈ ഒരു തൊഴിൽ മുമ്പേ ഉള്ള തലങ്കരൻ്റെ തൊപ്പി എന്ന് പറഞ്ഞിട്ട് പണ്ടേയുള്ള സംഭവമാണ്. അപ്പോൾ അതൊരു വിട്ടുപോകണ്ടെന്ന് വെച്ചിട്ടാണ് അവസാനം ഞാൻ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ ചെയ്യാമെന്നുള്ളൊരു താല്പര്യം കാണിക്കുന്നത്. തളങ്കര മാലിക് ദീനാർ പള്ളിയിലെത്തുന്ന വിശ്വാസികൾ സ്മരണികയായി തളങ്കര തൊപ്പികൾ വാങ്ങി സൂക്ഷിക്കുന്നു. ഗൾഫ്, മലേഷ്യ, ബർമ, സിംഗപ്പൂർ തുടങ്ങി വിദേശ രാജ്യങ്ങളിലേക്കും വിശ്വാസത്തിന്റെ തൊപ്പിപ്പെരുമ നീളുന്നു. എന്നാൽ നിർമ്മാതാക്കൾ കുറഞ്ഞതു കാരണം ഗൾഫിലേക്ക് തൊപ്പികൾ എത്തിക്കാൻ ഇന്ന് കഴിയുന്നില്ല. ജന്മന കേൾവിയും സംസാരശേഷിയും ഇല്ലെങ്കിലും ശാരീരിക പരിമിതികൾ വകവെക്കാതെ കരാട്ടയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കുകയാണ് നീലേശ്വരം തൈക്കടപ്പുറത്തെ കെ പ്രശാന്ത് കുമാർ. ഷോട്ടോക്കാൻ കരാട്ടയിൽ സെൻസായി പദവിയും ഇദ്ദേഹത്തിനുണ്ട്. ഷോട്ടോക്കാൻ കരാട്ടയിൽ സെക്കൻഡ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റോടെ സെൻസായി പദവി നേടിയ പ്രശാന്ത് കുമാർ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അനധ്യാപക ജീവനക്കാരനാണ്. ജന്മവൈകല്യങ്ങളെ കൂസാതെ പഠിച്ചും പരിശ്രമിച്ചും മുന്നേറിയതിന്റെ തിളങ്ങുന്ന അടയാളങ്ങളാണ് ഈ നേട്ടങ്ങൾ. ചെർക്കള മാർത്തോമ വിദ്യാലയത്തിലായിരുന്നു SLC വരെയുള്ള വിദ്യാഭ്യാസം. SLCക്ക് ശേഷമാണ് കരാട്ടയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്. ശാരീരിക വൈകല്യങ്ങൾ പരിഗണിച്ച് വീട്ടുകാർ സൈക്കിൾ പഠിക്കാൻ പോലും നിർബന്ധിച്ചില്ലെങ്കിലും പ്രശാന്ത് സ്വന്തം നിലയിൽ സൈക്കിളും പിന്നീട് ബൈക്കും പഠിച്ചു. സഹോദരനും പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനുമായ കെ പ്രവീൺ കുമാർ ജോലി ചെയ്യുന്ന തൈക്കടപ്പുറം വേണുഗോപാൽ മെമ്മോറിയൽ ALP സ്കൂൾ, ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കാഞ്ഞങ്ങാട് ടൗൺ എന്നിവിടങ്ങളിൽ കരാട്ടെ പരിശീലന ക്ലാസുകൾ നടത്തുന്നുണ്ട്. എൻ്റെ പേര് വൈഷ്ണവ്, ഞാൻ ബ്രൗൺ സെക്കൻഡ്. എൻ്റെ പേര് വിഷ്ണു, ഞാൻ ഓറഞ്ച് ബെൽറ്റ്. ഞങ്ങളുടെ മാഷിൻ്റെ പേര് പ്രശാന്ത് കെ കുമാർ. ഇപ്പോൾ ബ്ലാക്ക് സെക്കൻഡ് ആണ്. ഇപ്പോൾ 7, 6, 5, 4, 3, 2. ഇപ്പോൾ 2 വരെ എത്തി. അടുത്തത് 2 ബെൽറ്റും കൂടി കഴിഞ്ഞാൽ മാഷ് പ്രകാരങ്ങളുടെ എക്സാമിനേറ്ററും ചീഫുമാകും. മാഷിന് വർത്തമാനം പറയാൻ കഴിയില്ലെങ്കിലും നമുക്കൊക്കെ നല്ല മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ ടോട്ടൽ 32 കുട്ടികളുണ്ട്. ഇപ്പം മാഷിന് വർത്തമാനം പറയാനും കഴിയില്ല, ചെവി വെക്കാനും കഴിയില്ല. കാഞ്ഞങ്ങാട് എടുക്കുന്നുണ്ട്, ഉപ്പിൽ കയ്യിലെടുക്കുന്നുണ്ട്. ഇവിടെ ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ്. മാർത്തോമ സ്കൂളിലെ സഹപാഠികളായിരുന്ന ബധിരമുഖരെ കൂട്ടിയിണക്കുന്ന കണ്ണികൂടിയാണ് പ്രശാന്ത്. സുഹൃത്തുക്കളുടെ ഏത് പ്രശ്നങ്ങൾക്കും ചെവി കൊടുക്കും. പൊതുസ്വീകാര്യതയുള്ള പരിഹാരങ്ങളും നിർദ്ദേശിക്കും. നാട്ടിൽ ഏത് ചടങ്ങിനും സഹായിയായി മുൻനിരയിൽ ഉണ്ടാവുകയും ചെയ്യും. തൈക്കടപ്പുറത്തെ പ്രശാന്ത് നിലയത്തിൽ ഭാര്യ തൃക്കരിപ്പൂർ ഈക്കാട് സ്വദേശി ലിനിയും മകൻ അശ്വിനും പ്രശാന്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകാറുണ്ട്. മരക്കാപ്പ് കടപ്പുറം ഫിഷറീസ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അശ്വിൻ പ്രശാന്തിൽ നിന്ന് കരാട്ടെ പരിശീലിച്ച് ബ്രൗൺ ബെൽറ്റ് നേടിക്കഴിഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ. നഴ്സുമാരുടെ ഒഴിവുകൾ നികത്താത്തതിൽ പ്രതിഷേധം. ജനറൽ ആശുപത്രിയിലെ നഴ്സുമാർ കലക്ടർക്ക് നിവേദനം നൽകി. ഡെങ്കിപ്പനി പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന ആവശ്യം യുവജനതാദൾ S ജില്ലാ കമ്മിറ്റിയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. വ്യാജ നമ്പറുള്ള കാറുമായെത്തിയ സംഘം SIയെ ആക്രമിച്ചു. വിദ്യാനഗർ സ്റ്റേഷനിലെ ജൂനിയർ SI നൌഷാദിനാണ് മർദ്ദനമേറ്റത്. പോസ്റ്റ്മോർട്ടം വൈകിയതിൽ DYFI പ്രതിഷേധം. മംഗൽപാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് പ്രതിഷേധം. ചട്ടഞ്ചാൽ ഹൈവേ പാതയോരത്ത് പോലീസ് പിടികൂടി കൂട്ടിയിരിക്കുന്ന വാഹനങ്ങളിൽ വെള്ളം നിറഞ്ഞു. ആരോഗ്യ പ്രശ്നം പരിഗണിച്ച് പരിഹാരം കാണണമെന്ന് INL ആവശ്യപ്പെട്ടു. ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ യുവാവിന് ക്രൂരമർദ്ദനം. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലായിരുന്നു സംഭവം. ഹെൽമറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ കേസെടുത്ത യുവാവ് പിഴയടയ്ക്കാനായി സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. ബല്ലാക്കടപ്പുറത്തെ അസൈനാറയാണ് ഹോസ്ദുർഗ് സ്റ്റേഷനിലെ കൺട്രോൾ റൂമിലെത്തിയപ്പോൾ 2 പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചത്. ചെവിക്കും പുറത്തും മർദ്ദനമേറ്റ അസൈനാറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെത്തിയ പോലീസ് സംഘം കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയിൽ പറയുന്നു. എൻ്റെ പേര് അസൈനാർ. ഞാൻ ചെക്കിങ്ങിലാണ് എന്നെ പിടിച്ചത്.
അവർ ചെക്കിങ്ങിൽ പിടിച്ചതിന് ശേഷം അവർ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കുകയും വയറ്റിന് ചവിട്ടുകയും പൂയും മണ്ണെന്ന് പറഞ്ഞിട്ട് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞതിന് ശേഷം നല്ലോണം തല്ലുകയും ചെയ്തു. 2 പ്രാവശ്യം തല്ലുകയും ചെയ്തു. അവർ ഉമ്മാനെയും ഭാര്യനെയും പുറത്ത് കൊടുത്തുകൂടെ എന്നെല്ലാം ചോദിച്ചേനെ. അവർ രാജേഷും മനോജ് എന്ന് പറഞ്ഞ ആൾ അത് പറഞ്ഞതിന് ശേഷം ഞാൻ ചൂടായതിനു ശേഷം അവർ രണ്ടാമത് നല്ലോണം തച്ചത് പറഞ്ഞതിന് ശേഷം ചെവിക്കാനടി ചെവിക്കുമ്പോഴായിരുന്നു. ഞാനൊരു കിഡ്നിക്ക് സുഖമില്ലാത്തൊരു വ്യക്തിയാണ്, കിഡ്നിയുടെ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ കാര്യങ്ങൾ കാണിച്ച് ജില്ലാ പോലീസ് മേധാവിക്കും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്കും പരാതിപ്പെട്ടിട്ടുണ്ടെന്നും അസൈനാർ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണിടിച്ചിലിന് പരിഹാരമായില്ല, ചളിയങ്കോട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. നീതി നിഷേധത്തിനെതിരെ ബാങ്ക് ജീവനക്കാർ, ജില്ലാ ബാങ്ക് ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം. മെഡിക്കൽ കോളേജ് നിർമ്മാണം ഉടൻ തുടങ്ങണമെന്ന് ആവശ്യം, കാസർഗോട്ട് യുവമോർച്ച പ്രവർത്തകരുടെ ധർണ. പാടത്തു നിന്നും പാഠം പഠിച്ച് കുട്ടികൾ, പിലിക്കോട് സ്കൂളിൽ ആഹ്ലാദത്തിന്റെ ഞാറുനടൽ. വൈകല്യത്തെ ഇടിച്ചു തോൽപ്പിച്ച് പ്രശാന്ത്, കരാട്ടയുടെ കരുത്തിൽ ഒരു വടക്കൻ പെരുമ. തളങ്കര തൊപ്പിവെച്ച് ലോകം, പാരമ്പര്യത്തിന് നൂലുകോർത്ത് അബ്ദുൾ റഹ്മാൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.